നാണ്ടെ ഇവനാണ് നമ്മുടെ Java42. Java42 BS6ലേക്ക് വന്നപ്പോഴത്തേക്ക് എൻജിൻ സൈഡ് ഉൾപ്പെടെ പല ക്രോം എലമെൻറ്റ്സും മാറ്റി ഫുള്ളി ഒരു ബ്ലാക്ക് തീമിലാണ് ഈ വണ്ടി വന്നേക്കുന്നത്. ഈ ഒരു വണ്ടി കണ്ട സ്ഥിതിക്ക് നമുക്കിനി കയറി ഇരുന്ന് ബാക്കി സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു വണ്ടിയെ ക്ലാസിക് 350യും അതുപോലെ തന്നെ ഡ്യൂക്ക് 200ഉമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ക്രൂസർ ബൈക്കും സ്പോർട്സ് ബൈക്കുകളാണോ കമ്പയർ ചെയ്യുന്നതെന്ന്. പറഞ്ഞുതരാം. നമ്മൾ ഈ വണ്ടിയിൽ എൻജിൻ CC മെയിനായിട്ട് നോക്കുന്നില്ല, മറിച്ച് വണ്ടിയുടെ പ്രൈസ് റേഞ്ചാണ് നോക്കുന്നത്. ഏകദേശം രണ്ടും സിമിലർ പ്രൈസാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ക്ലാസിക് 350 എടുക്കുകയാണെങ്കിൽ 19.1 BHP കിട്ടും. ആ സ്ഥാനത്ത് ഡ്യൂക്ക് 200 എടുക്കുകയാണെങ്കിൽ 25.4 BHP കിട്ടും. അതായത് റോഡിൽ നിങ്ങൾക്ക് അടിച്ചു വിട്ട് പാഞ്ഞു പോകാനാണെങ്കിൽ ഡ്യൂക്ക് 200 എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ടോർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബുള്ളറ്റിന് 28 കിട്ടുമ്പോൾ ഡ്യൂക്കിന് വെറും 19.5 NMA കിട്ടുന്നുള്ളൂ. അതായത് ഡ്യൂക്ക് ഓൺ റോഡിൽ മിടുക്കനായിരിക്കും, പക്ഷേ മലയും കുന്നും കയറുമ്പോഴത്തേക്ക് ബുള്ളറ്റ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം നിങ്ങൾക്ക് റോഡിൽ അടിച്ചു വിട്ട് പാഞ്ഞു പോകാനാണെങ്കിൽ ഡ്യൂക്കും, അതല്ല മലയും കുന്നും ഒക്കെ അനായാസം കയറാനാണെങ്കിൽ ബുള്ളറ്റും നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ ഒരാളെയും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ Java42 ഇതും ഒരു സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതൊരു 300cc എഞ്ചിനാണ്. നമുക്ക് വേണമെങ്കിൽ ഡ്യൂക്കിൻ്റെയും ബുള്ളറ്റിൻ്റെ ഇടയ്ക്ക് ഇവനെ നിർത്താം. പക്ഷേ ഇവൻ്റെ പവർ എന്ന് പറയുന്നത് 27 BHP, ടോർക്ക് എന്ന് വെച്ചാൽ 27.5 NM ആണ് വരുന്നത്. അതായത് ഡ്യൂക്കിനെക്കാട്ടിൽ പവറും ബുള്ളറ്റിൻ്റെ സെയിം വലിയ ഈ ഒരു വണ്ടിക്ക് കിട്ടും. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഒരു സ്പോർട്ടി ക്രൂസർ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടിയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുതന്നെയാണ് നമ്മുടെ ജാവയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. വിലയോ ചുറ്റം, ഗുണമോ മെച്ചം എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ഇടുവാണെങ്കിൽ നമ്മുടെ ഡ്യൂക്കേ ജയിക്കത്തുള്ളൂ. കാരണം ഡ്യൂക്ക് 150 കിലോഗ്രാമേ ഉള്ളൂ, ജാവ 172 കിലോഗ്രാം വരും. അതുമാത്രമല്ല രണ്ട് വണ്ടിയുടെയും ബോഡി സ്ട്രക്ചറും ഡിഫറൻ്റ് ആണ്. ഇനി ഈ വണ്ടിയുടെ കംഫർട്ട് ലെവലിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു കംഫർട്ട് തരുന്ന വണ്ടിയാണ്. നമ്മൾ കട്ടറുള്ള റോഡിലും അതുപോലെ തന്നെ ഓപ്പൺ റോഡിലും വണ്ടി ഓടിച്ചു. നമുക്ക് കാര്യമായ ഒരു കുലുക്കമൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഡ്രൈവറിനായാലും കോ ഡ്രൈവറിനായാലും ഇപ്പം നല്ലൊരു കംഫർട്ട് ലെവൽ തരുന്ന ഒരു വണ്ടിയാണിത്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ വൈബ്രേഷനെ കുറിച്ചാണ്. നമ്മളൊരു 80-100 കയറ്റിയാൽ പോലും വണ്ടിയിൽ കാര്യമായ വൈബ്രേഷൻ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. വണ്ടി പക്ക റിഫൈൻഡ് ആണ്. അപ്പം നമുക്ക് വണ്ടിയുടെ ആ ഒരു സൗണ്ട് ആയാലും നമുക്ക് ഓടിക്കുന്ന കംഫർട്ടായാലും നമുക്ക് ആ റിഫൈൻമെൻറ്റ് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വൈബ്രേഷനായിട്ട് ഒരിക്കലും നമുക്ക് ബുള്ളറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ഒരു കംഫർട്ട് ലെവലാണ് ഈ വണ്ടി ഓടിക്കാൻ തന്നെ. ഒരു ഫൺ ടു റൈഡ് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ കൂടെ ആ ഒരു സ്പോർട്ടി പെർഫോമൻസും. പിന്നെ ഇതിൻ്റെ റിവ്യൂസൊക്കെ നമ്മൾ ഇതിൻ്റെ ഓണേഴ്സിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു 120 മുകളിലോട്ട് കയറുമ്പോഴാണ് വണ്ടിയിൽ ചെറിയ രീതിയിൽ ഒരു വൈബ്രേഷൻ വരുന്നത്. ആ ഒരു ചെറിയ വൈബ്രേഷൻ നമ്മുടെ ബുള്ളറ്റുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയ്ക്കൊരു ചെറിയതാണ് 120 മുകളിലോട്ട് കയറുമ്പോൾ. അപ്പോൾ ആ ഒരു ലെവൽ വരെ വണ്ടി പക്കാ കംഫർട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് വരുന്നത്. നമ്മൾ 80-100 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് സഡൻ പിടിച്ചാൽ പോലും വണ്ടി കാര്യമായ രീതിയിൽ പാളത്തൊന്നുമില്ല. നമ്മൾ പിടിച്ചെടുത്ത് വണ്ടി കിട്ടും. ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും പിടിക്കാൻ വേണ്ടി. അപ്പം ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വേണമെങ്കിൽ ബെസ്റ്റ് ബ്രേക്കിംഗ് നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് ബുള്ളറ്റായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി ഇതിൻ്റെ എക്സോസ്റ്റോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിഫൈൻഡ് സൗണ്ടാണ് നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. നല്ലൊരു സ്പോർട്ടി ഫീൽ നമുക്ക് തരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് സ്പീഡ് കൈ കൊടുക്കാൻ വേണ്ടി തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ സൗണ്ട് വരുന്നത്. പിന്നെ കോർണറിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കോർണറിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണിത്. എന്നാൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവായതുകൊണ്ട് അടി തട്ടുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്. എന്നാലും വലിയ ഇഷ്യൂ ഒന്നും ഈ വണ്ടിയിൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 2,34,000 രൂപയാണ്. ഇത് 2.5 ലക്ഷം രൂപയെ താഴെ നിങ്ങളൊരു സ്പോർട്ടി ബൈക്ക് വിത്ത് ക്രൂസർ കംഫർട്ടബിൾ ആണ് നോക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രൂസർ ബൈക്കിൽ ഒരു സ്പോർട്ടി ഫീൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് Java42. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു ക്രൂസർ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ വെഹിക്കിളാണ്. ഈ 2.5 ലക്ഷം രൂപയെ താഴെ കിട്ടുന്ന ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ Java42. ഇപ്പം Java42യുടെ ഡീമെറിറ്റ് വല്ലതും നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഹൈറ്റ് കുറവാണ്. നമുക്ക് കയറിയിരിക്കുമ്പോൾ നമ്മൾ താന്നിരിക്കുന്ന ഫീൽ എന്നൊക്കെ പല കംപ്ലയിൻറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞാനൊരു 5.5 അടിക്കാരനാണ്. എനിക്കൊരു വണ്ടിയിൽ അനായാസം കയറിയിരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ബുള്ളറ്റും കൂടെ ഞാൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 5.5 അടിക്കാരനായ ഞാൻ ബുള്ളറ്റിൽ കയറുമ്പോൾ എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് എത്തിക്കുത്തി ഞാൻ ടോയിലാണ് നിൽക്കുന്നത്. എന്നാലും എനിക്ക് ബുള്ളറ്റ് ഈസി ആയിട്ട് അനക്കാനും ഉരുട്ടാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതെനിക്ക് കാര്യമായ ഇഷ്യൂ ബുള്ളറ്റിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമ്മൾ ജാവയിലേക്ക് കയറുമ്പോഴത്തേക്ക് ആ ഒരു എത്തിക്കുത്തി നിൽക്കുന്ന ഫീലിന് പകരം എൻ്റെ കാല് ഫുള്ള് താരെ എത്തുന്നുണ്ട്. അതായത് ബുള്ളറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ് ഈ വണ്ടിക്ക്. എന്നിരുന്നാൽ തന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴും ഒരു അൺകംഫർട്ടബിളും ഫീൽ ചെയ്യുന്നില്ല. ഒരു 6 അടിക്കാർക്കും ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഹൈറ്റ് ഇല്ലാത്ത വണ്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് വണ്ടി കംഫർട്ടായിട്ട് ഓടിക്കാൻ സാധിക്കുന്നുണ്ട് 5 അടിക്കാർക്കും 6 അടിക്കാർക്കും.
ഇനി ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 5 അടിക്കാരനായ ഞാൻ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുമ്പോഴും എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 6 അടിക്കാരനൊക്കെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുവാണെങ്കിലും അവർക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും. പക്ഷേ തൈ സപ്പോർട്ട് കുറവാണെന്നൊരു തോന്നൽ വരും. അല്ലാതെ വേറെ കാര്യമായ ഒരു ഇഷ്യൂവും ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നില്ല. ഇനി ഈ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 35 മുതൽ 40 വരെ ഈ ഒരു വണ്ടിക്ക് മൈലേജ് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെ പോലെ ഒരു 35 മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തവരോട് ചോദിച്ചപ്പോഴും അവർക്ക് 35 കിട്ടുന്നുണ്ട്. 35 കുറവാണോ ചോദിക്കുവാണെങ്കിൽ ഒരിക്കലുമല്ല. കാരണം ഈ ഒരു വണ്ടി സ്പോർട്ടി ക്രൂസറാണ്. നമുക്ക് ഒരു സ്പോർട്ടി ഫീലും കൂടി ഈ വണ്ടി തരുന്നുണ്ട്. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ 35 ഒരു മാന്യമായ മൈലേജ് തന്നെയാണ് ഈ വണ്ടിക്ക്. ഓക്കെ, നമുക്കിനി വണ്ടിയുടെ വാക്ക് അറൗണ്ട് റിവ്യൂ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വാക്ക് അറൗണ്ടിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ Jawa42. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ലുക്ക്. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് താന്നിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വണ്ടിയിൽ കിട്ടുന്നത്. അത്ര ഒരു വലിയ ഹൈറ്റ് നമുക്കൊരു വണ്ടി ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കൊച്ചു ലൈറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ബുള്ളറ്റിനെ പോലെ അത്ര ഹെവി ലൈറ്റ് ഒന്നും അല്ല, ഇതൊരു ഹാലജൻ തന്നെയാണ് കൊടുക്കുന്നത് പല ഒരു ക്ലാസിക്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ ഒരു സ്മോൾ സൈസിലാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽസ് ആണ് വരുന്നത്. അവിടെ ABS ഉണ്ട്. 18 ഇഞ്ച് വീലുകളാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. നമ്മുടെ വീലിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ജാവ ഒറിജിനൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു അലോയ് വീല്. ഇതൊരു 18 ഇഞ്ച് വീലുകളാണ് വരുന്നത്. 1919. നമ്മുടെ എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജാവ ഒറിജിനൽ 1929 എന്നൊക്കെ ഒരു ബാഡ്ജിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് മോജുലർ ചെയ്ത സെയിം എഞ്ചിനാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു എക്സോസിൻ്റെ പൈപ്പ് വരുന്നത്. നമുക്കൊരു ഡ്യുവൽ എക്സോസ് ആണ് വണ്ടിയിൽ കാണാനുള്ളത്. ഇനി വണ്ടിയുടെ സൈഡിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡ് കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു ടെക്നോളജി കാണാൻ പറ്റും. അതുപോലെ തന്നെ താക്കോൽ ഇടുന്നത് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു യൂണിക് ഫീച്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും. പിന്നെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു 300cc നമ്മൾ മോജോയിൽ കണ്ട സെയിം എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 293cc എഞ്ചിനാണ്. 27.51 PS പവറും 27.5 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ മോജോയിൽ കണ്ട സെയിം എഞ്ചിനാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഒരേ സമയം ഒരു ക്രൂസർ ബൈക്ക് ആണെങ്കിൽ തന്നെ ഒരു സ്പോർട്ടി ഫീൽ തരുന്ന ഒരു എഞ്ചിനാണ്. പിന്നെ സൗണ്ടും കാര്യമൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം. പിന്നെ ബാക്കിൽ ഒരു 17 ഇഞ്ച് MRFൻ്റെ വീലുകളാണ്. ഇത് 120/80 ആണ് സൈസ് വരുന്നത്. പിന്നെ ബാക്കിലും ABS ഉണ്ട്. ജാവ ക്ലാസിക്കൽ ഒറിജിനൽ സിമ്പിളുണ്ട്. കേസും ബാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടി ഒരു താന്നിരിക്കുന്നത്, പക്ഷേ ഒരു മാസി ഫീൽ നമുക്ക് ബാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റിൻ്റെ ബാക്കിലൊക്കെ ജാവ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊച്ച് ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റ് LED ആണ് വരുന്നത്. പക്ഷേ ആ ഒരു ക്ലാസിക് ടച്ചിലാണ് ഈ ഒരു വണ്ടി ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ടാങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 40 ലിറ്റർ ടാങ്കാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു വൈഡ് ഹാൻഡിൽ ബാറാണ്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ജാവയുടെ ഒരു ബാഡ്ജിങ് ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ബുള്ളറ്റിലൊക്കെ മോഡിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മിററൊക്കെ വരുന്നത്. ആ രീതിയിലൊരു സ്റ്റൈലിഷ് ആണ്. പിന്നെ ഹാൻഡിൽ ബാർ വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂവും വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഹോൺ, ഇൻഡിക്കേറ്റർ സൈഡ്, പാസ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ക്ലച്ച് ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഹാൻഡിലിൽ തന്നെ നമ്മുടെ ഗ്രിപ്പായിട്ട് ഇവിടെ ജാവയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മീറ്ററിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മീറ്ററിൻ്റെ സ്വിച്ചുകൾ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെയാണ് ട്രിപ്പ് ബട്ടണൊക്കെ വരുന്നത്. ഇവിടെ ചെറിയൊരു ഡിജിറ്റലാണ്. ആ ഒരു ക്ലാസിക് ഫിനിഷ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫുള്ള് ബ്ലാക്കിലാണ് അതും വന്നേക്കുന്നത്. പിന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, സ്പീഡ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ട്രിപ്പ് ബട്ടൺ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒരു യൂണിക് ഫീച്ചറാണ്. സാധാരണ വണ്ടിയൊക്കെ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. മറ്റൊരു യൂണിക് ഫീച്ചർ, നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോഴത്തേക്ക് സ്പീഡ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മുകളിലോട്ടാണ് കയറുന്നത്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ Jawa42 വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള മോട്ടോ ബ്ലോഗ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ആപ്ലെക്സ് സൈനിങ് ഔട്ട്. ബൈ.